ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ന്യൂസിലാൻഡ് 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികളായിരിക്കുകയാണ്. 2000-ന് ശേഷം ആദ്യമായാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ കിവീസിനെ നേരിടുന്നത്. ICC ടൂർണമെന്റുകളിൽ 2 തവണയാണ് ഇന്ത്യ ന്യൂസിലാൻഡ് കലാശ പോരാട്ടം നടന്നത്. 2 തവണയും ജയം കിവീസിനൊപ്പമായിരുന്നു. ഇന്ത്യ ടൂർണമെന്റിൽ ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല. ന്യൂസിലൻഡ് ആകട്ടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയോട് തോറ്റിരുന്നു. ഫൈനലിൽ കൂടി ജയം പിടിച്ച് 2000-ലെ തോൽവിക്കും കണക്ക് തീർക്കുകയെന്ന ലക്ഷ്യമാവും ഇന്ത്യക്കുള്ളത്. 2000-ൽ നെയ്റോബിയിൽ നടന്ന ICC നോക്കൌട്ട് ട്രോഫി ഫൈനലിൽ ഇന്ത്യ 4 വിക്കറ്റിനാണ് തോൽവി വഴങ്ങിയത്. 2021-ലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ഇന്ത്യ ന്യൂസിലാൻഡ് പോരാട്ടമായിരുന്നു. മഴ മൂലം 6-ാം ദിവസത്തിലേക്ക് നീണ്ട മത്സരത്തിൽ 8 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ തോൽവി. 2015-ലും 2019-ലും ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ കിവീസ് കളി മറന്നു. ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് മത്സരത്തിൽ 44 റൺസിനാണ് ന്യൂസിലാൻഡിനെ ഇന്ത്യ തോൽപ്പിച്ചത്. ശ്രേയസ് അയ്യരുടെ അർദ്ധ സെഞ്ചുറിയുടെ കാര്യത്തിൽ ഇന്ത്യ 249 റൺസ് നേടിയപ്പോൾ കിവീസിന്റെ മറുപടി 205 റൺസിൽ അവസാനിച്ചു. സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വമ്പൻ സ്കോറാണ് ന്യൂസിലാൻഡ് ബാറ്റർമാർ അടിച്ചുകൂട്ടിയത്. രജിൻ രവീന്ദ്രയും കെയ്ൻ വില്യംസണും സെഞ്ചുറികൾ നേടിയപ്പോൾ കിവീസ് 50 ഓവറിൽ 362 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ ഡേവിഡ് മില്ലർ സെഞ്ചുറി നേടിയെങ്കിലും സൗത്ത് ആഫ്രിക്കൻ ഇന്നിംഗ്സ് 312 അവസാനിച്ചു. ബാറ്റിംഗിലും ബോളിംഗിലും കരുത്ത് തെളിയിച്ചാണ് കലാശപ്പോരിന് കിവീസ് എത്തുന്നത്. എന്നാൽ ഇതിനോടകം ഇന്ത്യക്ക് പരിചിതമായ ദുബായിലെ പിച്ചിൽ ഭാഗ്യം വച്ചാൽ മാത്രമേ ന്യൂസിലാൻഡിന് മുന്നേറാനാകൂ. സെമിയിൽ ഓസീസിനെ നേരിട്ട ഇന്ത്യൻ സംഘം ബാറ്റിംഗ് നിര കരുത്തുറ്റതാണെന്ന് വ്യക്തമാക്കിയാണ് ജയം പിടിച്ചെടുത്തത്. കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റർമാർ അവസരത്തിനൊത്ത് ഉയർന്നത് ഇന്ത്യക്ക് ഒരു വ്യാഴവട്ടത്തിനപ്പുറം ചാമ്പ്യൻസ് ട്രോഫി തിരികെ പിടിക്കാനാകുമെന്ന പ്രതീക്ഷയ്ക്ക് ബലം പകരുന്നു. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.